ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാളികേരം വറുത്തരച്ചിട്ടുള്ള കൂർക്ക കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള, 3 പച്ചമുളക് നുറുക്കിയത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി നുറുക്കിയത്, 4-5 വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത്, പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും അതുപോലെ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഒന്ന് കൂട്ടി തിരുമ്മിയെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം കേട്ടോ. അങ്ങനെ മിക്സ് ആയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് കഴുകി നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂർക്ക നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇപ്പോൾ അല്പം ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് കറി റെഡിയാക്കുന്ന സമയത്ത് കുറവാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൂർക്കയുടെ ഒപ്പം വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു വിസിൽ വന്നു. ഇനി അത് പ്രഷർ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കൂർക്ക നന്നായി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ കൂർക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടിയിലോട്ട് ഒരു പകുതി നാളികേരം ചെറുകിയത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നാളികേരത്തിൻ്റെ കളർ ഇതുപോലെ ഇങ്ങനെ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി, ഇത്രയും പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ അത് നമുക്കൊരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുള്ള നാളികേരമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. ഇനി നമുക്ക് മറ്റൊരു ചീഞ്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതെല്ലാം മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പുണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഇട്ട് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മളത് ചൂടാക്കിയിട്ടുണ്ടായിരുന്നതാണ്. എങ്കിലും ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്കയും അതുപോലെ ആ വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തിളച്ച് വരുമ്പോൾ നമുക്കൊരു മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നാളികേരം അരച്ച കൂർക്കക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്